അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. JK നേഴ്സിനോട് പറയും എനിക്ക് ഈ അർച്ചനയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും അർച്ചന പോയിട്ടുണ്ടാവും കേട്ടോ. നേഴ്സ് പറയും നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറയും. പെട്ടെന്ന് മൊബൈലും ഷർട്ടും എല്ലാം കൊടുക്കുമല്ലോ. പെട്ടെന്ന് തന്നെ JK പാപ്പച്ചനെ വിളിക്കുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഇവിടെ വരണം, ഞാൻ ആശുപത്രിയിലാണ് എന്ന് പറയുകയാണ്. അത് കേൾക്കാത്ത താമസം പാപ്പച്ചൻ ഓടി വരികയാണ് കേട്ടോ. എന്താ പറ്റിയത് സാറേ, എന്താ പറ്റി, സാർക്ക് ഇങ്ങനെയൊന്നും പറ്റാവുന്ന അല്ലല്ലോ, എത്ര കുടിച്ചാലും സാർക്ക് ഒരു അബദ്ധം പറ്റുന്നതല്ലല്ലോ, എന്ത് പറ്റിയതാണ് എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അത് ഞാൻ കുടിച്ചത് കൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല, ഒരാളെന്നെ മനഃപൂർവ്വം ഇടിച്ച് വീഴ്ത്തിയതാണ്, അതെനിക്കറിയാം എന്നിങ്ങനെ പറയണം കേട്ടോ. സാറേ ആരാ ഇടിച്ച് വീഴ്ത്തിയത് എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അത് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പാപ്പച്ചൻ പറയും, ഈ നാട്ടിൽ സാറിനൊരു ശത്രുക്കളോ എന്ന് ചോദിക്കും. അതെനിക്കറിയില്ല, ശത്രുവാണോ മിത്രമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്തായാലും അത് കണ്ടുപിടിക്കും എന്നിങ്ങനെ JK പാപ്പച്ചനോട് പറയണം കേട്ടോ. അതേസമയം ചന്ദ്രയ്ക്ക് നല്ലൊരു അടി കൊടുക്കണം വിജയശങ്കർ കേട്ടോ. വിജയശങ്കറിന് ആകെ മൊത്തം ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചന്ദ്ര ഓരോ കാരണങ്ങളും ഉണ്ടാക്കി കുത്തി പറയുന്നത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെയാണ് ചന്ദ്രയെ അടിക്കുന്നത്. ആ ചന്ദ്രയെ അടിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ആര്യ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ആര്യയ്ക്ക് ആകെ സമനില തെറ്റിയ പോലെയാകും. ആര്യ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ അന്ന് എന്നെ ചിന്നുവിൻ്റെ മുൻപിൽ വെച്ചിട്ട് എന്നെ അടിച്ചു, അത് എന്തിനാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതേപോലെ തന്നെ അച്ഛൻ അമ്മയെ അടിച്ചു, ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ചിന്നുവിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണോ അച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ അടിക്കുന്നത് എന്ന് ആര്യ ചോദിക്കുകയാണ് കേട്ടോ. വിജയശങ്കറിനെ എന്ത് പറയണമെന്നറിയില്ല, എങ്ങനെയാണ് ആര്യയോട് പറയേണ്ടതെന്നും അറിയുന്നില്ല. പക്ഷേ വിജയശങ്കർ പറയുന്നുണ്ട്, മോളെ നിങ്ങൾ ആദ്യം എന്നെ മനസ്സിലാക്കി, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ എൻ്റെ അമ്മ ഓരോന്നും കുത്തി പറയല്ല. എനിക്ക് അർച്ചനയോടും മോളോടും യാതൊരു തരത്തിലുള്ള ഒരു സ്നേഹവും. മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അവളെ അടിച്ചത്. അതേപോലെ തന്നെ അർച്ചനയെ എങ്ങനെ തറ പറ്റിക്കാമെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അർച്ചനയിലേക്ക് എന്നെ വലിച്ചഴിക്കരുത്. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് സമനില തെറ്റിയിട്ട് ഞാൻ അടിച്ചു പോകുന്നത് എന്നിങ്ങനെ വിജയശങ്കർ ആര്യയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?